ഹായ് ഓൾ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ ഇത് നെയ്പ്പത്തൽ, ചപ്പാത്തി അല്ലെങ്കിൽ ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1.5 കിലോ ഉണ്ടാവും. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടത്. അപ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഇത്രയും ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട. അപ്പോൾ ചിക്കൻ നന്നായി മിക്സാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നല്ല കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇത് എണ്ണയിലേക്ക് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് 3 ഉള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക് റൗണ്ടിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ എല്ലാം പച്ചമണം മാറുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ പൊടീൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരെ ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയിലേക്ക് 3 ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വലുതെങ്കിൽ 2 ഇട്ട് കൊടുത്താൽ മതി. അത് ചെറുതായിരുന്നത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയെല്ലാം നന്നായിട്ട് വെന്തടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വഴറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നേരത്തെ വെന്തിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് അതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ചൂട് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെ നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 10 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വേവിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റാണ്. പൊറോട്ടൻ്റെയും ചപ്പാത്തി, പൂരി, നെയ്പ്പത്തിരി, ഗീ റൈസ് എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്, നല്ല ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.